ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ റൈറ്റിങ്ങിൻ്റെ 11ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ വീഡിയോന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞത് താങ്ക് യു യൂണിവേഴ്സ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു നല്ല ദിവസത്തിന് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഇന്നത്തെ എല്ലാ അനുഭവങ്ങൾക്കും യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും അനുഭവങ്ങൾക്കും പാഠങ്ങൾക്കും യൂണിവേഴ്സിനോട് ആത്മാർത്ഥമായി തന്നെ നന്ദി പറയുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതും നന്ദി പറയാൻ പോകുന്നതും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ സ്വന്തം നെയ്ബേഴ്സിനാണ്, നമ്മുടെ അയൽവക്കക്കാരെയാണ്. ഒരു കുടുംബം കഴിഞ്ഞാൽ ഒരു കുടുംബം പോലെ ഒത്തൊരുമയോടെ പോകാനായിട്ട്, സന്തോഷത്തിലായിരിക്കാനായിട്ട് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മളുടെ നെയ്ബേഴ്സാണ്. ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്ന ചില പലഹാരങ്ങൾ, ഇടയ്ക്ക് കാണുമ്പോൾ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു വർത്തമാനം, കാണുമ്പോൾ നമുക്ക് സമ്മാനമായി കിട്ടുന്ന പുഞ്ചിരി, ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളാണ്, പാഠങ്ങളാണ് നിങ്ങളുടെ അയൽവക്കക്കാർ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനും യൂണിവേഴ്സിനോട് നന്ദി പറയുക. കാരണം തിരിച്ചറിവുകളിൽ നിന്നാണ് പുതിയ നമ്മൾ രൂപാന്തരപ്പെടുന്നത്. അപ്പോൾ അതിലൊന്നൊരു വിഷമമോ വൈരാഗ്യമോ ബുദ്ധിമുട്ടോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന 3 or 5 നെയ്ബേഴ്സ്, അവരുടെ പേര് നിങ്ങൾ എഴുതി വെച്ച് അവരോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുക. ഡിയർ, പേര് പറയുക. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിനും എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷം നൽകിയതിനും പുതിയ പാഠങ്ങൾ നൽകിയതിനും നിങ്ങൾക്ക് എന്താണോ എഴുതാൻ തോന്നുന്നത് അത് വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുക. ഏറ്റവും ഒടുവിലായിട്ട് താങ്ക് യു എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് തന്നെ ആ വ്യക്തിക്ക് നന്ദി പറയുക. ശേഷം യൂണിവേഴ്സിന് നന്ദി പറയുക. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടാസ്ക്. ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ. എല്ലാം നല്ലതാവട്ടെ.